ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആൻഡ് സിഗ്നേച്ചർ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫ്രോക്കാണ്. അപ്പോൾ അതിൽ ഏറ്റവും മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചതുരക്കഴുത്തും അതിൻ്റെ ഒപ്പം നമ്മളൊരു ഷർട്ടിൻ്റെ കോളറും കൂടിയാണ് അറ്റാച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഫ്രോക്ക് പാറ്റേൺ ആയിട്ടാണ് ചെയ്യുന്നത്. നല്ല ഒരു ബ്ലൂ കളറിലെ ക്ലോത്താണ് നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ജോർജറ്റ് മെറ്റീരിയലാണ്, പ്രിൻറ്റഡ് ആണ്. ലൈനിങ് നമ്മൾ ക്രേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ഫ്രണ്ടിലെ യോക്കിന് വേണ്ടിയിട്ടുള്ള ഒരു 15.5 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. യോക്കിറക്കം നമുക്കൊരു 14 അടുത്താണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു 15.5 1.5 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതൊരു ജോർജറ്റ് മെറ്റീരിയലും കൂടെ ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ സ്ലിപ്പറി ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കോട്ടനെ പോലെ സാധാരണ 1 ഇഞ്ച് കൊടുക്കാതെ ഒരു 1.5 ഇഞ്ച് നമ്മൾ കൂട്ടി മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ നമ്മുടെ ക്ലോത്ത് വിഡ്ത്ത് വൈസ് മടക്കിയിട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ 15.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിടത്തോടെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുവാണ്. 38 ജസ്റ്റ് സൈസ് വരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡർ വരുന്നത് ഒരു 7.25 അല്ലെങ്കിൽ ഒരു 7.5 ഇഞ്ച് നമുക്ക് കൊടുക്കാം. ഇത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഫാബ്രിക് ആയതുകൊണ്ട് നമ്മളൊരു 7.25 മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഒരു 7.25 ഇഞ്ചിന് ഞാൻ മാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് നമ്മുടെ ഷോൾഡർ ഞാൻ 7.25 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ടിട്ട് 7.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ആം ഹോള് ഞാനൊരു 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ 7 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം മേളിൽ നിന്ന് വന്നതിന് ശേഷം താഴേക്ക് ഒരു അല്പം കൂടെ നിങ്ങളൊരു 4 ഇഞ്ച് കൂടെ താഴേക്ക് വരച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടെ ചേർത്താണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ചെസ്റ്റ് സൈസാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമുക്ക് ചെസ്റ്റ് സൈസ് വരുന്നത് 38 ആണ്. അപ്പോൾ 38നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9.5 പ്ലസ് ഹാഫ് ഇഞ്ച് ലൂസ്, അപ്പോൾ 10, പിന്നെ 1 ഇഞ്ച് സീം അലവൻസ് 11. അപ്പോൾ നമ്മൾ 11 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എടുത്ത തുണി കറക്റ്റായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് താഴേക്ക്, അതായത് വേസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ 10 ഇഞ്ചാണ് വരുന്നത്. അപ്പം നമ്മൾ സൈസ് ചാർട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കസ്റ്റമറിൻ്റെ എക്സാക്റ്റ് മെഷർമെൻറ്റ് നമ്മുടെ കയ്യിലില്ല, ചെസ്റ്റ് സൈസ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ നോർമലി ചെയ്യുന്നത് ജസ്റ്റ് നമുക്ക് എത്രയാണ് വരുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് 11 പറഞ്ഞിരുന്നു. അപ്പം വേസ്റ്റിലേക്ക് വരുമ്പോൾ അത് 10 ഇഞ്ചായിരിക്കും ഉണ്ടാവുക. ഇനി ഹിപ്പ് ലൈനിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു ലൈൻ ഫ്രോക്കാണ് ചെയ്യുന്നതെങ്കിൽ ഹിപ്പ് ലൈനിലേക്ക് വരുമ്പോൾ അത് 12 ഇഞ്ചായിരിക്കും. അതായത് ചെസ്റ്റിനെക്കാട്ടിലും 1 ഇഞ്ചും കൂടി കൂടുതലായിരിക്കും. ഇതേപോലെ 10 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് അല്പം കേർവ് ചെയ്ത് മുകളിലേക്കാണ് ഞാൻ സൈഡ് വശം മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അല്പം സ്ലിപ്പറി ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ലൈനിങ് ഫോൾഡ് ചെയ്ത് ഇട്ടതിന് ശേഷം പേൾ പിന്നൊക്കെ വെച്ച് സെറ്റ് ചെയ്ത്, അതായത് നീങ്ങി പോകാതിരിക്കാൻ സെറ്റ് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ നെക്ക് വെട്ടാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് കോളറാണ് നെക്ക് വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 3 ഇഞ്ച് വിഡ്ത്തിലും 3 ഇഞ്ച് ഇറക്കത്തിലും നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു സർക്കിൾ പോലെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ കോളറിനുള്ള നെക്ക് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, ഞാൻ ഓൾറെഡി നിങ്ങൾ നമ്മുടെ തമ്പനയിലിനകത്ത് കണ്ടിട്ടുണ്ടാകും, നമ്മുടെ നെക്ക് ട്രാൻസ്പെറൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ കുറച്ച് പോർഷൻ കൂടി കട്ട് ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ അതൊരു ചതുരക്കഴുത്തായിട്ടാണ് വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 ഇഞ്ചും കൂടെ ഷോൾഡറിൽ നിന്ന് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് ഒരു 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സാധാരണ നെക്ക് അടിച്ചു മറിക്കുന്നത് പോലെ തന്നെ ഈ നെക്ക്, അതായത് നമ്മുടെ ലൈനിങ്ങിൻ്റെ നെക്കും അടിച്ച് മറിക്കാനായിട്ട് പോവുകയാണ്. ഇനി നമുക്ക് നെക്ക് അടിച്ച് മറിക്കാനായിട്ടുള്ള ഒരു അഡീഷണൽ പീസും കൂടെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അത് നമ്മൾ സാധാരണ ഒരു പീസ് ഫോൾഡ് ചെയ്തിട്ട് അത് നെക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ വെട്ടിയിട്ട് പിന്നെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ലൈനിങ്ങിൻ്റെ നെക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിതിൽ സ്റ്റിഫ് ഒന്നും വെക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി പെർഫെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിഫ് ആഡ് ചെയ്യാം. പക്ഷെ അത് അത്യാവശ്യമില്ല. അത്യാവശ്യം കട്ടിയിലും നേരെയും നമ്മുടെ നെക്ക് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല.
അതിനുശേഷം ഞാൻ നമ്മുടെ ലൈനിങ്ങിൻ്റെ നെക്കൊന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഞാനിത് മെഷീനിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ നെക്ക് ഫിനിഷ് ചെയ്യുന്നത് പോലെ തന്നെ നല്ല വശത്ത് നമ്മുടെ നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ് വെച്ച് അടിച്ച് അതുപോലെ തന്നെ ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് ബാക്കിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതുപോലെ നമ്മൾ ഈ തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുന്നതിനെയാണ് നോച്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചെറിയ കട്ടിങ്സിനാണ് നോച്ചസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ നെക്ക് അതേ പെർഫെക്ഷനിൽ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ രീതിയിലുള്ള നോച്ചസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ആ നെക്കിൻ്റെ പീസ് ഒന്ന് പതിപ്പിച്ച് അടിക്കുന്നുണ്ട്. കാരണം ഇത് അകത്ത് വരുന്ന ലൈനിങ്ങിലുള്ളതായതുകൊണ്ട് തന്നെ ഹെമ്മിങ്ങിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഫിനിഷ് ചെയ്ത ഈ ലൈനിങ് പീസിനെ നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ ഷോൾഡറിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അതേപോലെ തന്നെ നമുക്ക് ആം ഹോളിൻ്റെ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് സ്ലിപ്പറി ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ തെന്നി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടിച്ച് കൊടുക്കുന്നത്. ആം ഹോളും നമുക്ക് ഫുൾ ഇതുപോലെ ഒന്ന് സൈഡ് വശം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഈ സൈഡൊക്കെ അടിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെയാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ കൂടി ഷർട്ടിൻ്റെ പോലെ നമുക്ക് പടി കൊടുക്കാനായിട്ട് നമ്മളൊരു കട്ടിങ് കൊടുക്കാനായിട്ട് പോവാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ സെൻറ്റർ പാർട്ട് നമ്മളൊന്ന് കുർത്തിയുടെയൊക്കെ പോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ വേസ്റ്റ് ലൈൻ വരെ നമ്മൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഒരു 8 ഇഞ്ച് അല്ല ഒരു 7 ഇഞ്ചോളം ഇറക്കത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ടിങ് കൊടുത്തതിന് ശേഷം ഞാൻ ആ ലൈനിങ്ങിൻ്റെ ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് അടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വിട്ടല്ലോ, അപ്പം അത് തെന്നി പോകാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് തുമ്പത്തൂടെ 2 സൈഡും അടിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ആ ഒരു കട്ടിങ്ങിൻ്റെ ലെങ്ത് ഒന്ന് അളന്ന് എടുക്കുവാണേ. നമ്മുടെ ഫോൺ ഇപ്പോൾ ഇച്ചിരി ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുണ്ട്, അളവെടുക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു തുമ്പിൽ നിന്ന് അങ്ങേ തുമ്പ് വരെ പിടിക്കുമ്പോൾ നമുക്കൊരു 18 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പം ആ ഒരു വലുപ്പത്തിന് ഞാനൊരു പീസ് നമ്മുടെ ഈ സാറ്റിൻ മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3.5 ഇഞ്ച് വിട്ടിനാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ഈ പീസിൻ്റെ 2 സൈഡും ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോൾഡിങ് എത്രയാണ് എന്ന് പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഉള്ള ആ ഒരു വിട്ടുണ്ടല്ലോ, അത് ഏകദേശം ഒരു 1.5 ഇഞ്ചോളം മതിയാവും. കാരണം നമുക്ക് ആ ഒരു വിട്ടിനാണ് നമ്മുടെ പടി വരുന്നത്. മീൻസ് ആ 1.5യുടെ നേരെ പകുതിയായിരിക്കും നമുക്ക് പടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത്, നമ്മൾക്ക് പൈപ്പിങ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയ ഭാഗത്ത് സൈഡിലേക്ക്, ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, സൈഡിലേക്ക് ചെറിയ 2 കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒത്തിരി ഓപ്പണായി പോവരുത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ആ ഒരു ഭാഗം, അടിഭാഗം ഒരു W ഷേപ്പിലായിരിക്കും വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ക്ലോത്ത് നമ്മുടെ ആ ഒരു വെട്ടിലേക്ക്, അതായത് നമ്മുടെ ഒരു ഷർട്ടിൻ്റെ ആ ഓപ്പണിങ് പോലെ കൊടുക്കുന്ന ഭാഗത്തേക്ക് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നൊരു സംശയം ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഉള്ളിലാണ് ആദ്യമേ ഈ പീസ് വെക്കുന്നത്. ഉള്ളിൽ നിന്ന് പുറമേക്കാണ് നമ്മൾ ഈ ഒരു പീസ് വെച്ച് മറിക്കുന്നത്. അപ്പം നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയൺ ചെയ്ത ഭാഗവും ആ ലൈനിങ്ങിൻ്റെ ഭാഗവുമാണ് ചേർന്ന് ഇരിക്കേണ്ടത്. അതിനുശേഷം ഇതേപോലെ നമുക്ക് ഇങ്ങനെ നമ്മൾ അടിവശത്ത്
ഒരു W പോലെ വെട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരൊറ്റ ലൈൻ പോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം എക്സസ് വരുന്ന കുറച്ച് ഭാഗം ഞാനത് കട്ട് ചെയ്ത് കളയുവാണ്. ഇനി നമ്മൾ അടിക്കുന്ന അടിപ്പാണ് ഏറ്റവും നീറ്റായിട്ട് വരേണ്ടത്. അപ്പം ഞാൻ ഇതേപോലെ അകത്ത് നിന്ന് പുറത്തേക്ക് അത് ഫോൾഡ് ചെയ്തിട്ട് ഈവനായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മുടെ തയ്യൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാതെ ആ ഒരു വിഡ്ത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ തയ്യൽ തുമ്പെല്ലാം അകത്ത് പോകത്തക്ക രീതിയിൽ പതുക്കെയാണ്, സാവധാനമാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മളൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ ഒരു പീസ് അല്ലെങ്കിൽ ആ ഒരു ക്ലോത്ത് നമ്മൾ കണ്ടമാനം സ്ട്രെച്ച് ചെയ്ത് പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പം ഇത് ഭയങ്കരമായിട്ട് വലിഞ്ഞ് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് നീറ്റ്നെസ് ഇല്ലാത്തതുപോലെ വരും. അതേപോലെ തന്നെ ക്രോസ് പീസ് ഒന്നും യൂസ് ചെയ്യരുത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് തന്നെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഈ അടിച്ച ഈ ഭാഗത്ത്, അതായത് നമ്മുടെ ഈ കോളർ വരുന്ന ഈ ഒരു ഓപ്പണിങ്ങിനെ നമ്മളൊന്ന് കുറച്ച് ഭാഗം കൂട്ടിയടിക്കുകയാണ്. അത് നമുക്ക് തല കയറാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമ്മളതിനെ ഒന്ന് കൂട്ടിയടിക്കുകയാണ്. കൂട്ടിയടിക്കുന്ന സമയത്ത് മുകളിലെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ താഴെ വശം ഒരു കോൺ ഷേപ്പിലാണ് നമ്മൾ അടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മുകൾ തൊട്ട് താഴെ വരെ ആ പടി ഫുൾ അടിക്കരുത്. നമുക്ക് നമ്മുടെ തല കയറണമല്ലോ, അല്ലേ, കസ്റ്റമറിൻ്റെ തല കയറാനുള്ളൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം താഴേക്കുള്ള ഭാഗം മാത്രമാണ് നമ്മൾ ഇതേപോലെ രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് എടുക്കുന്നത്. നമ്മൾ അടിച്ച് കഴിയുമ്പോൾ നമുക്കത് ഇതേപോലെയാണ് കിട്ടുന്നത്. കുറച്ച് ഭാഗം ഓപ്പണിംഗ് ആയിട്ടും കുറച്ച് ഭാഗം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുമാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് നെക്കിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ബാക്ക് പീസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം വേണം നമുക്ക് കോളർ വെക്കാനായിട്ട്. അപ്പം ബാക്ക് പീസിൽ നമ്മൾ ഫ്രണ്ടിനെടുത്ത അതേ വിഡ്ത്തും ഇറക്കം കൊടുക്കുന്നത് 1 ഇഞ്ചുമാണ്. കാരണം നമ്മൾ ഷർട്ടിൻ്റെ കോളറാണ്, അപ്പോൾ ഒരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് മതിയാവും മാക്സിമം. അപ്പം ആ ഒരു കട്ടിങ്ങാണ് ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ തുണി തെന്നി പോകാതിരിക്കാനായിട്ട് ലൈനിങ്ങും നല്ല ക്ലോത്തും കൂടെ തമ്മിലൊന്ന് ജസ്റ്റ് ഒന്ന് തുമ്പത്തൂടെ അടിച്ച് എടുക്കുവാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഷോൾഡറുകൾ തമ്മിൽ നമ്മളൊന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നല്ല വശങ്ങൾ ചേർന്ന് വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ ഷോൾഡർ അടിച്ച് എടുക്കാനായിട്ട്. ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നെക്കിൻ്റെ സൈഡിൽ നിന്ന് ആം ഹോളിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ ഒരല്പം ചരിച്ചാണ് നമ്മൾ അടിക്കുന്നത്. വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതായത് നെക്കിൻ്റെ സൈഡിൽ കുറവ് വിട്ടും നമ്മുടെ ആം ഹോളിൻ്റെ സൈഡിലേക്ക് വരുമ്പം ഏകദേശം ഒരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1 ഇഞ്ച് ഗ്യാപ്പിലുമാണ് നമ്മൾ അടിക്കുന്നത്. കാരണം നമ്മൾ ഷോൾഡർ എപ്പോഴും ചെരിച്ച് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോളറുള്ള ഡ്രസ്സുകൾക്ക് ഓക്കെയാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഓപ്പൺ ആയിട്ടുള്ള നെക്ക് അധികം ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഷോൾഡറിൽ നിന്ന് ഡ്രസ്സ് ഊരിപ്പോകുന്നത് പോലൊരു ഫീലിംഗ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ഡ്രസ്സ് അടിക്കുമ്പോഴും ഇതേപോലെ തന്നെ ഗ്യാപ്പ് കൊടുത്തിട്ട് അടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ കോളറിൻ്റെ ലെങ്ത്ത് അളന്ന് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ഫ്രണ്ട് പീസിൽ ഒരു സൈഡിൽ നിന്നുള്ള പടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെക്ക് മുഴുവൻ റൗണ്ട് ചെയ്ത് ഇപ്പുറത്തെ പടി വരെ എത്തുന്നതാണ് നമ്മുടെ കോളറിൻ്റെ ആ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മളത് ഒരു 2 പ്രാവശ്യമൊക്കെ ഒന്ന് അളന്ന് നോക്കുക. കാരണം നമ്മൾ ആദ്യം അളക്കുമ്പം ചിലപ്പം ചെറിയ രീതിയിലുള്ള തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഒന്ന് അളന്ന് നോക്കുക. പിന്നെ പ്രത്യേകിച്ച് ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്ലിപ്പറി ആയിരിക്കും. നന്നായിട്ട് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം അളന്ന് എടുക്കുക. അപ്പം ഞാനിപ്പോൾ അളന്നെടുക്കുമ്പോൾ എനിക്ക് വരുന്നത് 19 ഇഞ്ചാണ് വരുന്നത്. എല്ലാവർക്കും ഈ സെയിം സൈസിൽ തന്നെ വരണമെന്നില്ല. നമ്മൾ കട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു നമ്മുടെ കോളറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് വ്യത്യാസം പെട്ടിരിക്കും. നമ്മുടെ ക്ലോത്ത് ലെങ്തി ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ കോളറിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് നമ്മുടെ ആ ക്ലോത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ വെച്ച് തന്നെ ചെയ്യാം. ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ കോളർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
നോർമലി നമ്മൾ ജെൻസിൻ്റെ ഷർട്ടിനൊക്കെ ചെയ്യുമ്പം ഇതേപോലെ 2 പീസായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമുക്ക് ഒരു ഫ്രോക്ക് മോഡൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കോളർ ചെയ്യുന്നത്. അതായത് സിംഗിൾ പീസിലുമാണ് നമ്മളത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ ആ കട്ടിങ്ങിൻ്റെ വീഡിയോ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഞാനിത് പേപ്പറിൽ, പാറ്റേൺ മേക്കിംഗ് പേപ്പറിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാനിപ്പം പാറ്റേൺ പേപ്പർ യൂസ് ചെയ്യുന്നതിന് പകരമായി നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റിഫിൽ, നമ്മുടെ കോളർ സ്റ്റിഫിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അവിടുന്ന് 3 ഇഞ്ച് ഗ്യാപ്പ്, ഞാൻ എൻ്റെ കോളറിന് കംപ്ലീറ്റ് ആയിട്ടുള്ളത്, അതായത് ഷർട്ടിൻ്റെ 2 പീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ആ 2 പീസിൻ്റെയും കൂടെ വിട്ടായിട്ട് ഞാനൊരു 3 ഇഞ്ചാണ് എടുക്കുന്നത്. അങ്ങനെ 3 ഇഞ്ച് വിട്ടിൽ ഞാൻ ഒരു ലൈനും കൂടി മാർക്ക് ചെയ്യുവാണ്. ഞാൻ ഇതിന് മുൻപേ നെക്ക് റൗണ്ട് ഞാൻ അളന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഏകദേശം 19 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 19ൻ്റെ നേരെ പകുതിയായ 9.5 ഇഞ്ചാണ് ഞാൻ താഴത്തെ ലൈനിൽ മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. മുകളിലത്തെ ലൈനിലും ഞാൻ ഇതേ 9.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഈ 9.5യുടെ കൂട്ടത്തിൽ ഞാൻ 1 ഇഞ്ച് കൂടി കൂടുതലായിട്ട് മുകളിലത്തെ ലൈനിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് കോളറിൻ്റെ ടിപ്പായിട്ട് വരുന്നത്. ഇനി ഞാൻ 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്ന താഴത്തെ ലൈനിലെ പോയിന്റും അതേപോലെ തന്നെ 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിരിക്കുന്ന മുകളിലത്തെ പോയിന്റും കൂടി ഞാനൊന്ന് ജോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതിന് മുൻപായിട്ട് താഴത്തെ ലൈനിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അതിന് നമ്മുടെ ആ 9.5 എന്ന പോയിന്റിലേക്ക് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ 9.5 ഇഞ്ചിനെയും 10.5 ഇഞ്ചിനെയും ഇതേപോലെ ഒന്ന് സ്ലാൻഡിങ് ലൈൻ യൂസ് ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്യാം. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തിടത്ത് ഞാൻ ആ 9.5 ഇഞ്ചിൽ നിന്ന് ചെറിയതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. കാരണം നമ്മൾ ലേഡീസിൻ്റെ ഡ്രസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള എഡ്ജ് അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഷർട്ടിൻ്റെ പോലെ, പക്ക ഷർട്ടിൻ്റെ പോലെ നിൽക്കണ്ടാത്തതുകൊണ്ട് മാത്രം ഞാൻ ചെറിയൊരു കർവിങ് അങ്ങനെ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് നമ്മുടെ കോളർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഇതേപോലെ കിട്ടും. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കും. കാരണം നമ്മൾ ഷർട്ടിൻ്റെ ചെയ്യുന്നത് പോലെ 2 പീസായിട്ടല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്ത് ഒരേ വിധത്തിൽ നന്നായിട്ട് അയൺ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ സ്റ്റിഫ് കട്ട് ചെയ്തിട്ട് നമ്മുടെ കോളർ ആ ഒരു സ്റ്റിഫ് ലൈനിങ്ങിൽ അയൺ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഞാനത് നമ്മുടെ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം രണ്ടും നല്ല സ്ലിപ്പറി ആയ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ സൈഡ് വശം ചേർത്തൊന്ന് ഞാൻ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം ഞാൻ അതേ എക്സാക്ട് ഷേപ്പിലൊന്നും അല്ല ക്ലോത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റിഫ് മാത്രമേ എക്സാക്ട് സൈസിൽ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി അതിന് ശേഷം ഞാനിത് ആ സ്റ്റിഫിൻ്റെ സൈഡിൽ കൂടെ അടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അതിൻ്റെ എക്സാക്ട് ആ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്യാനായിട്ട് പോകുന്നുള്ളൂ. ഇവിടെ ഞാൻ ചെയ്തപ്പം എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ ഷർട്ടിൻ്റെ എക്സാക്ട് കോളർ സ്റ്റിഫാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളിപ്പം ചെയ്യുന്നത് ലേഡീസിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കോളറിന് അത്രയും ഒരു സ്റ്റിഫ്നെസ്സിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ നോർമലായിട്ട് നെക്കിന് യൂസ് ചെയ്യുന്ന സ്റ്റിഫ് മാത്രം ഇതിനായിട്ട് യൂസ് ചെയ്താൽ മതിയാവും. ഭയങ്കര കട്ടിയുള്ള സ്റ്റിഫ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു മെറ്റീരിയലും കൂടെ ആയതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് തെറിച്ച് നിൽക്കും. അപ്പം ഞാനിത് ഇപ്പം ഈ കാണിക്കുന്ന വീഡിയോയിൽ എക്സാക്ട് കോളർ അല്ലായിരുന്നു ഞാൻ ആ ഒരു പ്രൊഡക്റ്റിൽ ഫൈനലായിട്ട് വെച്ചിരുന്നത്. കാരണം ഇത് വെച്ചിട്ട് ശരിയാഞ്ഞിട്ട് ഞാനത് അഴിച്ച് മാറ്റിയതിന് ശേഷം നോർമൽ സ്റ്റിഫിൽ ചെയ്തിട്ടാണ് നമ്മുടെ
പ്രൊഡക്റ്റിലേക്കല്ല നമ്മുടെ എക്സാക്റ്റ് കോളറായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ നല്ല ക്ലോത്ത് ലൈനിങ്ങിൻ്റെ മണ്ടയിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ഇതേപോലെ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു പീസും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം ആ സ്റ്റിഫിൻ്റെ എക്സാക്റ്റ് തുമ്പത്തുകൂടെയാണ് ഞാനിപ്പം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റിഫിൽ കയറരുത്, സ്റ്റിഫിൻ്റെ എക്സാക്റ്റ് തുമ്പത്തുകൂടി. അതിനുശേഷം ഞാൻ നമ്മുടെ ഈ അടിച്ചതിൻ്റെ സൈഡിലുള്ള എക്സസ്, അതായത് അധികമായിട്ടുള്ള ക്ലോത്തുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുവാണ്. അതേപോലെ എഡ്ജിൻ്റെ ഭാഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുവാണ്. ഇനി അടിച്ചത് ഞാനൊന്ന് ഇതേപോലെ മറിച്ചിട്ടെടുക്കുവാണ്. അപ്പം ഞാൻ എഡ്ജൊക്കെ നല്ല രീതിയിൽ ഷാർപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും എക്യുപ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ആ കത്രികയുടെ സൈഡൊക്കെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ ആ തുമ്പൊന്ന് പുറത്തേക്ക് വരാനായിട്ട്. ഇനി ഞാൻ നമ്മുടെ പുറമേ വരുന്ന, അതായത് ആ സ്റ്റിഫ് വരുന്ന ഭാഗത്തിൻ്റെ അവിടെ മാത്രം അടിവശം ഒന്ന് ഉള്ളിലേക്ക് ആക്കി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ കോളർ നമ്മുടെ ഫ്രോക്കിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഇതേപോലെ സ്റ്റിഫില്ലാത്ത മറ്റേ ആ ഒരു സൈഡ് നമ്മൾ കറക്റ്റ് തുമ്പ് തന്നെ വെച്ച് ഇതേപോലെ നമ്മുടെ കോളറിന് നമ്മൾ അടിച്ച ആ പൈപ്പിങ്ങിൻ്റെ തുമ്പിൽ വെച്ചിട്ട് നല്ല വശത്താണ് നമ്മൾ അടിക്കുന്നത്. നല്ല വശത്ത് അടിച്ചിട്ട് അകത്തേക്ക് നമ്മൾ മറിക്കുവാണ് ചെയ്യുന്നത്. അപ്പം അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എഡ്ജ് അടിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നീറ്റായിട്ട് തന്നെ അടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനത്തെ ഇച്ചിരി ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് തുണിയിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ നോർമൽ ആ ഒരു ഇലാസ്റ്റിസിറ്റിയിൽ പിടിച്ചുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളിപ്പം അടിച്ച ആ തുമ്പ് ഇതേപോലെ അകത്തേക്ക് നന്നായിട്ട് തള്ളി വെച്ചതിന് ശേഷം ഇതേപോലെ പുറമേ കൂടി ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാലും മനസ്സിലാവും. ആ കോളറിന് ചുറ്റും ഞാനൊരു 1/4 ഇഞ്ച് വിഡ്ത്തിന് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഷർട്ടിൻ്റെയൊക്കെ കോളർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകും. ഇതേപോലെ തുമ്പത്ത് കൂടി, എന്നാൽ തീരെ അറ്റത്തുമല്ല, ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ചെറിയൊരു സ്റ്റിച്ചിങ് ഉള്ളതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതേപോലെ ഒരു സ്റ്റിച്ചിങ് നമ്മൾ ഇവിടെയും കൊടുക്കുവാണ്. നമ്മുടെ കോളറിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം എന്താ ഇതേപോലെ നമുക്ക് ഷർട്ടിൻ്റെ കോളറുമായി, എന്നാൽ നമുക്ക് ഒരു 2 പണി ഒഴിവായെന്നും പറയും. കാരണം നമ്മൾ 2 പീസ് വെച്ചുള്ള കോളറാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് അത് ഫിനിഷ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഇതിപ്പോൾ ഒരു ഫ്രോക്കിനായതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിൽ എന്നാൽ ഈസി ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. സ്ലീവ് വന്നിരിക്കുന്നത് ഒരു ചെറിയ രീതിയിൽ പഫ് കൊടുത്തിട്ടുള്ള സ്ലീവ്സാണ്. താഴേക്കും അതേപോലെ തന്നെ നമ്മൾ പ്രിൻസസ് ലൈനിൽ 2 ബോക്സ് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷോ ബട്ടൺ 2 മുകളിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുമുണ്ട്.
അപ്പം ഇതുപോലുള്ള പ്രോഡക്ട്സിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ത്രൂ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചാ.